പള്ളിയുള്ളത് ജസീറയിൽ തന്നെയാണ് ഫയർ വർക്ക്സ് ഉള്ളത്. ഇങ്ങനെ തൊടേണ്ട പകരം കറങ്ങിപ്പോയി തൊടാം. എമിറേറ്റ്സ് റോഡ് കയറ്റാനായിരിക്കും നമ്മളെ ഇവിടെ ഒന്ന്. ചേട്ടാ ഇവിടെ അടിച്ചോട്ട് പോകുന്നത്. ഇവിടെ കുറെ ലൈറ്റുകൾ കണ്ടോ. എല്ലാം റോങ് സൈഡിൽ കയറി പോവുക. കേറി തണ്ട അപ്പുറത്തിറങ്ങണം. പോലീസ് ന്യൂ ഇയർ സെലിബ്രേഷൻ കളറാണല്ലോ. ഇനി 30 മിനിറ്റും കൂടെ കഴിയുമ്പോൾ. ഹായ് എല്ലാവർക്കും ട്രോൾ ട്രാവലിൻ്റെ ഫസ്റ്റ് ന്യൂ ഇയർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ വന്ന, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഉള്ളത് കേരളത്തിലല്ല. അത് ഈ ഗെറ്റപ്പും ബാക്ക്ഗ്രൗണ്ടും കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മൾ UAE-യിലാണ്. വന്നിട്ടിപ്പോൾ ഏകദേശം 3 ആഴ്ചയായി. 2-3 ആഴ്ചയായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ന്യൂ ഇയർ കൊണ്ട് തന്നെ തുടങ്ങാമെന്ന്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കയറാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇവിടെ ന്യൂ ഇയർ ആയി കഴിഞ്ഞാൽ നമ്മുടെ പള്ളിയുള്ളത് ജസീറയിൽ തന്നെയാണ് ഫയർ വർക്ക്സ് ഉള്ളത്. കഴിഞ്ഞ വർഷം ഒരു ഗിന്നസിനകത്ത് വേൾഡ് റെക്കോർഡ് നേടിയാണല്ലേ നോക്കിയത്. ഈ പ്രാവശ്യം അത് തന്നെയാണ്. അപ്പോൾ അവിടെ ഫയർ വർക്ക്സ് കാണിക്കാൻ വേണ്ടി എല്ലാവരും കൂടെ അങ്ങോട്ടങ്ങ് ചെല്ലും. അതുകൊണ്ട് അങ്ങോട്ടുള്ള എല്ലാ റോഡുകളും അടയും. ആ റോഡ് ഇറങ്ങി കഴിഞ്ഞാൽ പള്ളിയിലും പോകാൻ പറ്റില്ല. കാരണം പള്ളിയിലോട്ട് പോകേണ്ടവരും ഉണ്ട്. അതെന്തിനാ ആർക്കറിയാം. ചുമ്മാ അങ്ങ് ഹോണടിക്കുകയാണ്. ഇല്ല എവിടെ ചുമ്മാ അങ്ങ് ഹോണടിക്കുക. താണ്ട് പുള്ളിക്കാൻ അങ്ങോട്ട് പോകുന്നു. പിന്നെന്തിനാ ഹോൺ എടുത്തത്? പട്ടണം. വട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനിവിടെ പറഞ്ഞു നിർത്തിയത് നമ്മുടെ ഫയർ വർക്ക്സ്. അപ്പോൾ പള്ളിയിലോട്ട് പോകുന്നതും ആ വഴി തന്നെയാണ്, ഫയർ വർക്ക്സിൻ്റെ അങ്ങോട്ട് പോകുന്നതും ആ വഴി തന്നെയാണ്. അപ്പോൾ നമുക്ക് മൂക്കിനെ ഇങ്ങനെ തൊടേണ്ട പകരം കറങ്ങിപ്പോയി തൊടാം. എന്തോ ഞാൻ നടന്നു വന്നു. അത് കുഴപ്പമൊന്നുമില്ല. നമ്മളൊക്കെ എത്ര കിലോമീറ്റർ നടന്നിരിക്കുന്നു. അതാണ്ട് ഒരാൾ ഇവിടെ ബ്ലോക്ക് ചെയ്യാൻ വന്നു. ഒന്നായിട്ട് ഇൻചാർജ് ചെയ്യുക. അതാണ്ട് അവരെവിടെ നിന്നു. അല്ല അത് മറ്റേത്. ഒന്നൊന്നായിട്ട് പോലീസുകാർ ഓരോ ഫോർമേഷൻ എടുക്കാൻ തുടങ്ങി. ഏതാ നന്നായി. ഇവിടുന്ന് 38 കിലോമീറ്റർ ഉണ്ട്. 38 കിലോമീറ്റർ 1 മണിക്കൂറിനാണ് കാണിക്കുന്നത്. നമുക്ക് അവിടെ എത്താൻ എത്ര മണിക്കൂറിന് കാണാം? 1 മണിക്കൂർ 51 മിനിറ്റ്സ് എന്നാണ് കാണിക്കുന്നത്. ഈ വഴി 51 മിനിറ്റ്സ് എന്നാണ് കാണിക്കുന്നത്. ചിലപ്പോൾ എമിറേറ്റ്സ് റോഡ് കയറ്റാനായിരിക്കും നമ്മളെ ഇവിടെ നിന്ന്. എന്തെങ്കിലുമാണ് ഗൂഗിൾ മാപ്പ് ഇത് കാണിക്കുന്നത് 38 കിലോമീറ്റർ. 38 എന്നല്ലേ ഞാൻ പറഞ്ഞത്? 38 കിലോമീറ്റർ എന്നാണ് കാണിക്കുന്നത് ഇവിടെ നിന്ന്. നമ്മൾ ഇച്ചിരി കൂടെ നേരെ പോകുന്നുണ്ട് അമ്മ. ഇത് പിന്നെയും നമ്മളെ മറ്റേ ജസീറ റോഡിലോട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. 38 ഒരു 45 കിലോമീറ്റർ നോക്കാം. നമ്മൾ നേരെ പോവുകയാണെങ്കിൽ വേറെ വഴി കൂടെ പോകുന്നുണ്ട്. നമ്മൾ ട്രാഫിക്കിൽ പെട്ടു. ചേട്ടാ എവിടെ അടിച്ചോട്ട് പോകുന്നത്? എന്ത് പോലീസുകാരൻ? അതന്നെയല്ലേ. ഇനി പുള്ളിക്കാരൻ വല്ല ഇതാണോ, പോലീസ് വല്ലാണോ? മറ്റേ അണ്ടർ കവർ CID. ട്രാഫിക് ഉണ്ട് ഇവിടത്തെ. അതാണ് ട്രാഫിക്. ഞാൻ കാണിക്കാവേ. ഇവിടുത്തെ ട്രാഫിക് കാണിക്കാം. അത് ഈസി ഓഫ്. കണ്ട അങ്ങ് അവിടെ വരെ ഉണ്ട് ട്രാഫിക്. വേണ്ട അവിടെ അത് കണ്ടോ? ലൈറ്റ് ഞാൻ കാണിക്കാം. കാണ്ട് അവിടെ കുറെ ലൈറ്റുകൾ കണ്ടോ? അവിടെയാണ് പള്ളി. പള്ളീൻ്റെ നേരെ എന്തുവാ എല്ലാം റോങ് സൈഡിൽ കയറി പോവുക.
ആ ആ ആ പോലീസേട്ടാ തേണ്ടി ഇവിടെ ആള്. പോലീസേട്ടാ 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 എന്തോ ഒരു മൈൻഡ് ഇല്ലാതിരിക്കുന്നേ. ആണ്ട് അവൻ കേറി, അവൻ ലൈനിൽ കേറിയ പോലീസിനെ കണ്ടപ്പോ. എന്താ മോശം എന്താ ന്യൂ ഇയർ ഈവോ എന്താ ഓരോ ലൈൻ. ആ ഓക്കെ ഓക്കെ. ജുൾഫാർ പാർക്കിങ്, ഓരോ പാർക്കിംഗ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നവരാ. ഓക്കെ ഓക്കെ. ഓരോരുത്തർ എങ്ങോട്ടാ കേറണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയുള്ളത്. ആ അവിടെ എത്തിയിട്ട് വിളിക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് നടന്നു വരാം പയ്യെ. എൻ്റെ നേരത്തെ തീരുവാണെങ്കിൽ ഇവിടുത്തെ. ഓക്കെ ബൈ. ആ എടുത്തു. ഓക്കെ ബൈ. ഇനി നമുക്ക് ആ പോയിന്റിലോട്ട് നടന്നു പോവാം. ആ ഉണ്ട്, അവിടെ ആൾക്കാർ നടന്നു പോകുന്നുണ്ടോ? അങ്ങോട്ടുള്ള നടന്നു നോക്കുക തന്നെ. നമുക്കിനി ഇതിൻ്റെ മണ്ടയ്ക്ക് കൂടെ കയറി തണ്ട് അപ്പുറത്തിറങ്ങണം. അവിടെ നിന്ന് നമുക്കൊരു ഇവിടെ കൂടെ ബൈക്കും കയറി പോകുന്നു മണ്ടയ്ക്ക്. കഥകളല്ലോ. ഇവിടെ നിന്ന് ഏകദേശം ഒരു 30 മിനിറ്റ് നടക്കണം. ഇവിടെ എല്ലാ ആൾക്കാരും ഇരിക്കുക വെടിക്കെട്ട് കാണാൻ വേണ്ടി. കാരണം ഇവിടുന്നേ കാണാൻ പറ്റും. അതുകൊണ്ട് ആ ഒരു പോയിന്റില്ല, അതുകൊണ്ട് ആ ഒരു സ്ഥലത്താണ് ഈ ഫയർ വർക്ക്സ് എല്ലാം നടക്കുന്നത്. അപ്പോൾ ഇവിടുന്നേ കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഇവിടെ കുറേ പേര് ഇവിടെ നിന്ന് ഇരിക്കുക. ഈ റോഡൊക്കെ മൂവിങ്ങാ. കുറച്ചു നേരം കഴിയുമ്പോൾ കണ്ട് ഇതെല്ലാം ബ്ലോക്ക് ആവും. ഇപ്പം ഇവിടെ എല്ലാം മൂവിങ്ങാ. ഓ ഞാനിത് ഇടട്ടെ. ഓക്കെ. പോലീസ് ഓ ഇവിടെ മൊത്തം മണ്ണാണല്ലോ. ഇവിടുന്ന് എങ്ങനെ അപ്പുറത്തോട്ട് ചാടുന്ന? അയ്യോ മണ്ണി കുഴിഞ്ഞേ പോണം. അമ്മേ അപ്പേ അമ്മേ ചേട്ടാ ഇവർക്കെന്നാ ഇവിടെ മെറ്റലിട്ടൂടെ? ആ ഓക്കെ. ഇപ്പൊ റോഡ് ഇച്ചിരി കട്ട് ചെയ്യ്. നമുക്ക് അങ്ങോട്ട് നടക്കണം. എത്ര കിലോമീറ്റർ ഉണ്ടാവും? ഇവിടുന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ ഉണ്ടാവും. അറിഞ്ഞൂടെ. 30 മിനിറ്റ് നടക്കണമെന്നാ മാപ്പിനകത്ത് കൊടുത്തേക്കുന്നത്. അപ്പം എത്ര കിലോമീറ്റർ നടക്കണം? ഒന്നാമത് എൻ്റെ കാലിൽ ലിഗ്മെൻറ്റ് പോയിരിക്കുക. എൻ്റെ കൂടെ കാലും കൂടെ പണി തരല്ലേ. ഞാൻ എങ്ങനെയെങ്കിലും അവിടെ വരെ നടന്ന് എത്തിക്കോട്ടെ. ആ 30 മിനിറ്റ് 4 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. ഞാൻ പറഞ്ഞില്ലേ 4-5 കിലോമീറ്റർ. 45 മിനിറ്റോ? അന്ന് 45 മിനിറ്റ്. ഓക്കെ എനിവേ നമ്മൾ നടക്കാൻ തീരുമാനിച്ചു. അവിടെ വരെ നടക്കുന്നു. കാൽ ലിഗ്മെൻ്റ് എല്ലാം നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വിചാരിച്ചുകൊണ്ട് നടക്കുന്നു. ബെൽറ്റ് ഇട്ടിട്ടുണ്ട്. ഐ മീൻ കാലിൻ്റെ മുട്ടിൻ്റെ ബെൽറ്റ് ഇട്ടിട്ടുണ്ട്. സെറ്റാണ്. അപ്പം നടക്കാം. പണ്ടൊക്കെ ലൈക്ക് ഫയർ വർക്ക്സ് ന്യൂ ഇയർ എന്ന് പറയുമ്പോൾ വണ്ടി അങ്ങ് കയറ്റി വിടുമായിരുന്നു. ഈ പ്രാവശ്യം വണ്ടി രജിസ്റ്റർ ചെയ്യണം. വണ്ടി രജിസ്റ്റർ ചെയ്തെങ്കിലേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ. കാരണം തിരക്കില്ലാതാക്കാനും ട്രാഫിക്കെല്ലാം ഇതാക്കാൻ വേണ്ടി വണ്ടി രജിസ്റ്റർ ചെയ്യണം. എന്നാലേ അതോട് കയറാൻ പറ്റില്ല. അപ്പം അതിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട്.
നടന്നൊരു വഴിയായി എൻ്റെ പൊന്നെ. കാലിൻ്റെ ബെൽറ്റ് ഊരി പോകുന്നുണ്ടോ എന്നൊരു സംശയം. ഇടയ്ക്കിടയ്ക്ക് ഞൊണ്ടുന്ന പോലെ വരുന്നു. കാലിൻ്റെ ബെൽറ്റ് ഊരിപ്പോയാലും മുട്ട് വളയാതിരുന്നാൽ മതി. ഐ മീൻ മുട്ട് ഇതാകാതിരുന്നാൽ മതി. നോക്കാം. ഇനിയുണ്ട് ഏകദേശം 2 കിലോമീറ്റർ, 2-3 കിലോമീറ്റർ, 4 കിലോമീറ്റർ എന്നും കണ്ടല്ലേ ഞാൻ പറഞ്ഞത്. 4-5 കിലോമീറ്റർ ഇനിയുണ്ട് കുറേ ചുങ്കൂടെ. എനിക്കിവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതാ. ഇവിടെ ജാതി മതം ഏത് നാഷണാലിറ്റി അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഒരേപോലെ തന്നെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നത്. പണിയെടുക്കുക, കാശുണ്ടാക്കുക, അതാണ് UAE. പക്ഷെ ഇപ്പോൾ ഇച്ചിരി ടൈറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം മറ്റേ ഇങ്ങോട്ട് വരണമെങ്കിൽ പണ്ടത്തെ പോലെ വിസിറ്റിംഗ് വിസ എടുത്തിട്ട് അങ്ങനെ തന്നെ കയറി വരാൻ പറ്റില്ല. നമ്മളിപ്പോൾ വിസിറ്റിംഗ് വിസ എടുത്തു കഴിഞ്ഞാലും ബാങ്ക് ബാലൻസ് കാണിക്കണം. പിന്നെന്താ ഇവിടെ വന്നിട്ട് എവിടെ സ്റ്റേ ചെയ്യുന്ന, റിട്ടേൺ ടിക്കറ്റിന് വാലിഡിറ്റി ഉണ്ടോ. ചിലവരൊക്കെ റിട്ടേൺ ടിക്കറ്റ് ഡെമ്മി ടിക്കറ്റ് എടുത്തിട്ട് വരും എന്നിട്ട് ഇവിടെ അങ്ങ് നിൽക്കാൻ വേണ്ടി. ജോലി അന്വേഷിച്ച് വരുന്നതാണ്, ഞാൻ കുറ്റം പറയുമല്ല. ജോലി അന്വേഷിച്ച് വന്ന് വിസ തീർന്നിട്ട് ഇവരങ്ങ് നിൽക്കും. നിന്ന് കഴിയുമ്പോൾ പിന്നെ ഇവർക്ക് പോകാൻ വഴിയില്ല. വിസ തീർന്നു, കാശില്ല. ഇവർ വിസ ഐ മീൻ സ്റ്റേ ഒന്നും ഇല്ലാതല്ലേ വരുന്നത്. സ്റ്റേ ഇല്ല, എവിടെ നിൽക്കണമെന്നറിയില്ല. അങ്ങനെ രീതിയിൽ ഇവർ വന്നിട്ട് ഇവിടെ അങ്ങ് കുടുങ്ങിപ്പോവും. ഇവിടെ കുടുങ്ങിപ്പോയിട്ട് ഈ ലേബേഴ്സിൻ്റെ സ്ഥലത്ത് അങ്ങ് കൂടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ അറിയാവുന്നവരുടെയോ അല്ലെങ്കിൽ ഫ്രണ്ടിൻ്റെ വീട്ടിലൊക്കെ അങ്ങ് കൂടി ഇപ്പോൾ കുറേ പേര് അങ്ങനെ ഉണ്ട് ഇവിടെ. അതുകൊണ്ട് മുമ്പുണ്ടായിരുന്ന നിയമം തന്നെയാണ് ഇപ്പോൾ അത് സ്ട്രിക്റ്റ് ആക്കിയിട്ട് കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നവരോ അല്ലെങ്കിൽ UAE വരുന്ന മുമ്പ് ഹോം കൺട്രിയിൽ നിന്ന് തന്നെ ചോദിക്കും എങ്ങോട്ടാണ് പോകുന്നത്, ഐ മീൻ എങ്ങോട്ടാണ് പോകുന്നത്, എവിടെ സ്റ്റേ ചെയ്യുന്നത്, ബാങ്ക് ബാലൻസ്, അത് ഇതുണ്ടായിരുന്നു. ഞാനിവിടെ ആയിരുന്നു വളർന്നത്. എൻ്റെ സ്കൂൾ ലൈഫ് മൊത്തം തീർത്തത് ഞാൻ ഇവിടെ തന്നെ. ബട്ട് അത് എൻ്റെ പാസ്പോർട്ട് കണ്ടിട്ട് എന്നോട് ചോദിച്ചു എന്തിനാണ് പോകുന്നത്, എങ്ങോട്ടാണ് പോകുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ വളർന്നത് ഇവിടെയാണ്, എൻ്റെ സ്കൂൾ ലൈഫ് മൊത്തം തീർത്തത് ഇവിടെയാണ്. ഞാൻ നാട്ടിൽ 3 വർഷത്തേക്ക് പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. എൻ്റെ പേരൻസ് എല്ലാം അവിടെ ഉണ്ട്. അപ്പം പിന്നെ കൂടുതൽ ഫോർമാറ്റ് ഒന്നുമില്ല. പിന്നെ പാസ്പോർട്ടിലും ഞാൻ ഇവിടുത്തെ വിസയും ഉണ്ടായിരുന്നു, എക്സിറ്റ് ആൻഡ് എൻട്രി സീൽസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കണ്ടപ്പോഴത്തേക്കും പിന്നെ അവർ കൂടുതലായിട്ടൊന്നും ചോദിച്ചില്ല. ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞു. ബട്ട് അല്ലാതെ നാട്ടിൽ നിന്ന് ആദ്യമായിട്ട് വരുന്നവരോട് എൻ്റെ മുന്നിൽ പോയൊരു ചേട്ടനുണ്ടായിരുന്നു. ആ ബ്രോയിനോട് അവർ കുറേ ചോദ്യം ചോദിച്ചെന്നാണ് ഞാൻ അറിഞ്ഞത്. അവർ എവിടെയാണ് പോകുന്നത്, ബാങ്ക് ബാലൻസ് എന്താ, എവിടെയാണ് നിൽക്കുന്നത്, എന്തിനാണ് പോകുന്നത്, അങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിച്ചായിരുന്നു. അപ്പോൾ ഇനി ആദ്യമായിട്ട് UAE വരുന്നവർ അതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. ഏജൻറ്റ് വഴി ടിക്കറ്റ് എടുക്കുകയാണെങ്കിലോ അല്ലെങ്കിലോ വിളിച്ച് ചോദിച്ച് മൊത്തം ഡീറ്റെയിൽസ് എടുക്കുക. ഞാൻ പറഞ്ഞ ഡീറ്റെയിൽസ് കൂടാതെ ഇനിയും ഡീറ്റെയിൽസുകളുണ്ടാവും. അപ്പോൾ അതെല്ലാം അന്വേഷിച്ചിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. അല്ലെങ്കിൽ എയർപോർട്ട് വരെ വന്ന് ടിക്കറ്റും നഷ്ടമാവും, വിസേൻ്റെ കാശും നഷ്ടമാവും, കയറ്റി വിടത്തില്ല. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും അറിഞ്ഞിട്ട് UAE വരിക. UK പോകുന്ന പോലെ തന്നെയാണ്. ഇപ്പോൾ UK പോകുന്ന അത്രയും സ്ട്രിക്റ്റ് അല്ല, ഏകദേശം UAE വരാനും സ്ട്രിക്റ്റ് ആണ്. ബട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്ട്രിക്ട്നെസ് ഇല്ല. അങ്ങനെ നമ്മൾ നടന്ന് വ്യൂ പോയിൻറ്റിൻ്റെ അടുത്തെത്തി. ഇപ്പോൾ സമയം എത്ര മണിയാണ് നോക്കട്ടെ. ഇപ്പോൾ സമയം 9 മണിയായി. 9, 10, 11, 12. 3 മണിക്കൂർ ഇനി ഇവിടെ വെറുതെ പോസ്റ്റായിട്ട് നിൽക്കണം. ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് അങ്ങ് പോവാം. പൊടി മാസ്ക് ഇടണ്ടായിരുന്നു. ഫസ്റ്റ് ഞാനത് മറന്നുപോയി. മാസ്ക് എടുക്കാൻ ഞാൻ മറന്നുപോയി. ഇവിടെ മൊത്തം പൊടിയാണ് വണ്ടികളുടെ. എല്ലാവരും ഫുൾ സെറ്റായിട്ട് പിക്നിക്കിന് വന്നേക്കുന്ന പോലെ വന്നിരിക്കുന്നു ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി. കാരണം ഇവിടെ അങ്ങ് ഇരുന്നാൽ മതി.
അവിടെ നമ്മുടെ ആ ഫ്രണ്ടിൽ കാണുന്നതുകൊണ്ട് ആ ഒരു ഭാഗത്ത് മൊത്തം പടക്കം പൊട്ടും. ഇവിടെ ഇല്ല തോന്നുന്നു, ആ ഒരു ഭാഗത്തെ പടക്കം പൊട്ടിക്കുന്നത്. അതാണ്ട് അവിടെ മർജൻ ഐലൻഡ് എന്ന് പറയുന്നുണ്ട്, അതാ. അപ്പോൾ ആ ഭാഗത്തുനിന്ന് ഇങ്ങനെ പടക്കം പൊട്ടും. അപ്പോൾ ഇവിടെ നിന്ന് കണ്ടാൽ മതി. എനിക്ക് വേറെ പണിയില്ലാത്തതുകൊണ്ട്, കൂടെ ആരും ഇല്ലാത്തത് കൊണ്ടും ഞാനിങ്ങനെ നടന്ന് ഫ്രണ്ടിലോട്ട് അങ്ങ് പോവാം. അവിടെ എന്തോ ലൈറ്റും സെലിബ്രേഷൻസും ഉണ്ടെന്ന് തോന്നുന്നു. ഇനി നമുക്ക് നടന്ന് അങ്ങോട്ട് അങ്ങ് പോവാം. ഇവിടെ ഫ്രണ്ടിൽ DJൻ്റെ എന്തോ പരിപാടിയാണ്, നമുക്ക് അങ്ങോട്ട് പോവാം. ഇപ്പോൾ എത്ര മണിയായി? ഇപ്പോൾ 9:20 ഇനിയും 10, 11, 12 അത്ര നേരം DJ കണ്ടുകൊണ്ട് ഇവിടെ നിൽക്കാം. ഈ കയറി കളിക്കാൻ പറ്റത്തില്ല, കാരണം കാലും എല്ലാം ഉളിക്കാല്ലേ, മൊത്തം കുളമാവും. അപ്പോൾ നമുക്ക് അവിടെ പോയി കണ്ടുകൊണ്ട് നിൽക്കാം, അതേ പറ്റത്തുള്ളൂ. അകത്ത് ഡാൻസ് ഉണ്ടല്ലോ. ന്യൂ ഇയർ സെലിബ്രേഷൻ കളറാണല്ലോ. നമ്മൾ ആ DJൻ്റെ അവിടെ നിന്ന് ഇച്ചിരി നീങ്ങി നിൽക്കാം. ചെവി ചെറുതായിട്ട് പോയി, ചെവി അടഞ്ഞാണോ തോന്നുന്നത് എനിക്ക് മിക്കവാറും. ഇനി 12 മണി വരെ ഇവിടെ ആയിട്ടൊക്കെ നിന്ന് എങ്ങനെയെങ്കിലും തീർക്കണം. ഇവിടെ ഇരിക്കാൻ പോലും സ്ഥലമില്ല, എല്ലാം വണ്ടിക്ക് പാർക്ക് ചെയ്തിട്ടേക്കുക. അങ്ങനെ 3 മണിക്കൂർ ഞാനിവിടെ പോസ്റ്റ് ആവുമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും മമ്മിയുടെ കൊളീഗിനെ കണ്ടു. നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ചേട്ടനെ കണ്ടു. ചേട്ടൻ ഫാമിലി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അവരുടെ കൂടെ ന്യൂ ഇയർ നമുക്കിവിടെ പൊളിക്കാമെന്ന് വിചാരിച്ചു. ഇനിയും 3 മണിക്കൂറും കൂടെ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ എത്ര മണിയായി നോക്കട്ടെ? 10 മണിയാകാൻ പോവുക. 10 മണിയാകുമ്പോൾ 10, 11, 12, 2 മണിക്കൂറും കൂടെ ഇവിടെ നിൽക്കണം. 2 മണിക്കൂറും കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വെടിക്കെട്ട് തുടങ്ങും. വെടിക്കെട്ടും ഡ്രോൺ ഷോയും ഉണ്ട്. ഡ്രോൺ ഷോ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഞാൻ അറിഞ്ഞത് ഇവിടുത്തെ ഹിസ്റ്ററി കാണിക്കുമെന്നാണ് ഡ്രോൺ മറ്റേത് വെച്ച്. അപ്പോൾ എന്താണേലും ഇവിടെ നിന്ന് എല്ലാം കാണാൻ പറ്റും, നമുക്ക് ഇവിടെ നിന്ന് കാണാം. അങ്ങനെ ഇപ്പോൾ സമയം 11:30 ആയിട്ടുണ്ട്. ഇനി 30 മിനിറ്റും കൂടെ കഴിയുമ്പോൾ ആ ഭാഗം മൊത്തവും വെടിക്കെട്ടായിരിക്കും. തകതകതകതാന്ന് പറഞ്ഞ് തുടങ്ങും. കൗണ്ട് ഡൗൺ ഉണ്ടാവുമെന്ന് തോന്നുന്നു. കൗണ്ട് ഡൗൺ ഉണ്ടാവില്ല, ഉണ്ടാവും. നമുക്ക് ഇനിയും വെയിറ്റ് ചെയ്യാം. ഇനി ഒരു 30 മിനിറ്റ് കൂടെ അല്ലേ, നമ്മളിപ്പോൾ 3 മണിക്കൂർ കൂടെ വെയിറ്റ് ചെയ്തു. ഇനി ഒരു 30 മിനിറ്റ് വെയിറ്റ് ചെയ്യാനാണോ പാട്? 30 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്യാം. അവിടെ ന്യൂ ഇയർ സെലിബ്രേഷൻ തുടങ്ങി ബാക്കിൽ. അങ്ങനെ തുടങ്ങി. ഡ്രോൺ ഷോ ആട്ടോ ആദ്യം.
ആദ്യ ഭാഗം കഴിഞ്ഞ് രണ്ടാമത്തെ ഭാഗമാണ് എൻ്റെ ബാക്കിൽ ഇപ്പോൾ കാണാൻ പറ്റുന്നത്. ട്രാഫിക് ബ്ലോക്ക്. വെടിക്കെട്ട് കഴിച്ചപ്പോഴത്തേക്ക് എല്ലാവരും പെട്ടെന്ന് ഓടാൻ വേണ്ടി പോവുക. ഞാൻ ഈ വഴിക്കൂടെ എങ്ങനെയെങ്കിലും ചാടി പോട്ടെ അപ്പുറത്തോട്ട്. ഇത്രയും നേരം സമാധാനമായിട്ടിരുന്നവരാണ് ഇപ്പോൾ വയലൻ്റായിട്ട് ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി നോക്കുന്നത്. ഇനി അങ്ങോട്ട് കട്ട ട്രാഫിക് ആയിരിക്കും. എന്താ ഹോൺ അടിച്ച് കളിക്കുന്നു. നമുക്കിനി അപ്പുറത്തോട്ട് ചാടാം. കൊള്ളായിരുന്നല്ലേ, നല്ല ഇതായിരുന്നു. അവിടെ ഒരു മതിലുണ്ട്. ആ ദൈവമേ, അവിടെ ഒരു മതിലുണ്ട്. ആ മതിലിൻ്റെ അടുത്ത് കുറച്ച് കട്ടായിപ്പോയി. അങ്ങോട്ട് പോവാം. ഇവിടെ ഒന്നും ഇല്ലല്ലോ അല്ലേ? പാമ്പുണ്ടെന്ന്. ആ പാമ്പൊന്നും കാണത്തില്ല. കുഴിയൊന്നും ഇല്ലാതെ ഇരുന്നാൽ മതി. ഓക്കെ, കുഴിയൊന്നുമില്ല. ഈ പ്രാവശ്യം ട്രാഫിക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി അവർ ഒന്ന് അങ്ങോട്ടുള്ളത് ഒന്ന് ഇങ്ങോട്ടുള്ള വഴിയാണ്. രണ്ടും കൂടെ ആ സൈഡിലോട്ട്, രണ്ടും കൂടെ ഒറ്റ ഒരു വേയിലോട്ട് അവർ മാറ്റിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ നേരെ എമിറേറ്റ്സ് റോഡിലോട്ടോ ഷെയ്ഖ് സായദ് റോഡിലോട്ടോ അവർ കണക്ട് ചെയ്യുക നേരെ പോയിട്ട്. അതിന് വേണ്ടി ആയിരിക്കും. അതാകുമ്പോൾ ട്രാഫിക് കുറയും. അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുമ്പോഴായിരുന്നു ട്രാഫിക്കിനെ അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവരവിടെ നേരെ അങ്ങ് വിടുമ്പോൾ ഒറ്റൊരു വഴിയിൽ അങ്ങ് തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ട്രാഫിക് കാണത്തില്ല. ഷെയ്ഖ് സായദ് റോഡും എമിറേറ്റ്സ് റോഡിലോട്ട് അങ്ങ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ട്രാഫിക്കൊക്കെ പിന്നെയും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ടാണ്. ഞാൻ ആദ്യം പറഞ്ഞതിനകത്തൊരു ചെറിയ വ്യത്യാസമുണ്ട്. ആദ്യം കണ്ട വണ്ടിയില്ലേ, ഞാൻ പറഞ്ഞില്ലേ എമർജൻസി വണ്ടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് എമർജൻസി വണ്ടി മാത്രമല്ല, വേറെയും ഒരു വണ്ടി ഉണ്ടായിരുന്നു, ടോ ചെയ്തുകൊണ്ട് പോകുന്ന വണ്ടി. ഈ റോഡിലൊക്കെ ഇവർ ഈ വെടിക്കെട്ട് കാണാൻ വേണ്ടി വണ്ടി നിർത്തിയിടും. പെർമിഷൻ ഇല്ലാത്ത സ്ഥലത്തൊക്കെ. ഇവിടെ ഒന്നും ഈ ഒരു ഭാഗത്തൊന്നും വണ്ടി ഇടാൻ പെർമിഷൻ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇവിടെയൊക്കെ നിന്നിട്ട് ഇട്ടിട്ട് കാണാൻ പറ്റും. നമ്മുടെ ആ ബാക്കിൽ തന്നെ, അവിടെ തന്നെ ആയിരുന്നു, കാണാൻ പറ്റും. അപ്പോൾ അവരെ പൊക്കിക്കൊണ്ട് പോകാനുള്ള വണ്ടികളത്. ഞാൻ ആദ്യം ഓർത്തില്ല, പിന്നെ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടോ ചെയ്തുകൊണ്ട് പോകും, പണിഷബിളാണ്, പ്രൊഹിബിറ്റഡ് ആണെന്നൊക്കെ എഴുതി വെച്ചേക്കുന്നത് കണ്ടത്. ആദ്യം ഞാൻ ശ്രദ്ധിച്ചില്ല. അയ്യോ, ട്രാഫിക് പെയ്യായി തുടങ്ങി. അവർ അപ്പുറത്തെ സൈഡ് ട്രാഫിക് ഇല്ല, ബട്ട് ഇപ്പുറത്തെ ട്രാഫിക്. ഓ ഇവിടുന്ന് ആ വഴിയായിരുന്നു, വഴി മാറിപ്പോയി. നമുക്ക് ബ്രിഡ്ജ് എടുക്കേണ്ട. ബ്രിഡ്ജ് അവിടെ കൂടെ കയറാൻ പറ്റത്തില്ല. ഈ സൈഡ് ട്രാഫിക് ആയിട്ടുണ്ട്. അപ്പുറത്തെ സൈഡ് അത് രണ്ട് ഞാൻ പറഞ്ഞ മർജാൻ ഐലൻഡിൽ നിന്ന് വരുന്നത് വേറൊരു വഴിയും, പിന്നെ നമ്മൾ നിന്നെടുത്തുനിന്ന് അവരുണ്ടാക്കി കൊടുത്തത് വേറൊരു വഴിയാണ്. രണ്ട് വഴിയാണ്. അപ്പം നമ്മുടെ അടുത്ത് നിന്നവർ ഷൂ എന്ന് പറഞ്ഞ് അപ്പോൾ അപ്പുറത്തെത്തി. ട്രാഫിക്ക് പെട്ടില്ല. മർജാൻ ഐലൻഡിൽ അവിടെ ചെന്നവർ ആണ് ഈ ട്രാഫിക്ക് പെട്ടിരിക്കുന്നത്. ആ സൈഡിൽ നിന്ന് വരുന്നത് വേറെ വഴിയാണ്. നമുക്കിനി ക്രോസ് ചെയ്യാം. സൂപ്പർ ബൈക്സ്. എനിക്കും മേടിക്കണം. വൺ ഡേ നമ്മൾ മേടിക്കും. ഓ ട്രാഫിക് ഉണ്ടോ? ഇത് ഞാൻ പറഞ്ഞ മറ്റേ നമ്മൾ നിന്നെടുത്തു നിന്നുള്ള വണ്ടികൾ. ഇത് മർജാൻ്റെ അവിടെ നിന്ന് വന്നത് കണ്ട. അയ്യോ അയ്യേ, എല്ലാവരും എക്സ്പീരിയൻസാണ്. ഞാൻ പക്ഷേ ഇത് ചോദിച്ചു മേടിച്ച എക്സ്പീരിയൻസാണ് കേട്ടോ. എന്നോട് പറഞ്ഞു മര്യാദയ്ക്ക് അവിടെ വരെ കൊണ്ടുവിടാമെന്ന്. ഞാൻ കേട്ടില്ല. ഞാൻ പറഞ്ഞു ഞാൻ നടന്നോളാമെന്ന്. എന്തിനാ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത്? അവരിനിയും എന്നെ വിട്ടിട്ട് അങ്ങോട്ട് വിടാൻ വേണ്ടി വന്നിട്ട് ട്രാഫിക്കിൽ പെട്ട് കഴിഞ്ഞാൽ വെറുതെ എന്തിനാ? നമുക്കിങ്ങനെ നടന്ന് പോവാം. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ? നാളെ രാവിലെ കാല് വേണമെന്നുണ്ടെങ്കിൽ ഇരുന്നാൽ പോരെ, വേറെ പണിയൊന്നും ഇല്ലല്ലോ. അങ്ങനെ തിരിച്ച് വണ്ടിയിൽ കയറി. അയ്യോ വയ്യേ അമ്മ, വയ്യമ്മ. എനിവേ 2025 ന്യൂ ഇയർ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും
ന്യൂ ഇയർ ആശംസകൾ ഇത് ചെയ്യുന്നു. അമ്മ ന്യൂ ഇയർ വിഷയമ്മ. ഹാപ്പി ന്യൂ ഇയർ. അയ്യേ ഹാപ്പി ന്യൂ ഇയർ പറയുന്ന അമ്മ കൊയറിലുണ്ട് പാട്ട് പാടി ന്യൂ ഇയർ പറയാ. ഹാപ്പി ന്യൂ ഇയർ എന്ന പാട്ടിലൂടെ പറയാം. പവറായിട്ട് പറയേണ്ട വരാം. ഇനി എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നാളെ ഒരു പുതിയ വീഡിയോ, നാളെയോ അടുത്തൊരു ദിവസം പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.